So ഈ ചാപ്റ്റർ is all about what? ചാപ്റ്റർ എന്തിനെ പറ്റിയിട്ടുള്ളതായിരുന്നു? എനർജി പ്രൊഡക്ഷനെ പറ്റിയിട്ടുള്ളതായിരുന്നു അല്ലെ? എനർജി പ്രൊഡക്ഷനിൽ കുറച്ച് സീരീസ് ഓഫ് റിയാക്ഷൻസ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഗ്ലൈക്കോളിസിസ് അല്ലേ? ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു 10 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. 10 സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ it starts with glucose finally forming 2 molecules of pyruvic acid, right? ഇനി ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്ന വേറെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജിയുടെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഒരു ടോട്ടൽ 4 ATP ഉണ്ടാകുന്നുണ്ട്. ടോട്ടൽ 4 ATP ഉണ്ടാകുന്നുണ്ട്, ശരിയല്ലേ? ഞാൻ ടോട്ടൽ എന്നാണ് പറയുന്നത്. ഐ എം നോട്ട് യൂസിങ് ദ ടേം നെറ്റ്. നെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. ടോട്ടൽ എത്ര ഉണ്ടാകുന്നുണ്ട്? 4 ഉണ്ടാകുന്നുണ്ട്. am I right? അല്ലെ? ഈ സ്റ്റെപ്പിൽ 2ഉം ഈ സ്റ്റെപ്പിൽ 2ഉം ആയിട്ട് ടോട്ടൽ 4 ATP is formed, but 2 ATP is consumed for the reactions. 2 ATP consumption നടക്കുന്നുണ്ട് ആണല്ലോ, ഇവിടെ ഒന്നും ഇവിടെ ഒന്നും. So the net can be written as 4 minus 2 or 2 ATP. ശരിയാണോ? ശരിയല്ലേ? ഇത് കൂടാതെ ഒരാളുടെ കാര്യം കൂടി നമ്മൾ വളരെ എന്താ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. NADH ഫോർമേഷൻ കാണുന്നത്. NADH കണ്ടോ? BPGA ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് BPGA ഉണ്ടാകുന്നിടത്ത്, BPGA ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, അവിടെ ഒരു NADH മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്, ശരിയല്ലേ? 2 NADH മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന് ഒരു NADH എന്നുള്ള കണക്കില് 2 എണ്ണം ഉണ്ടാകുന്നുണ്ട്, ശരിയല്ലേ? അതും കൂടി നമുക്ക് എനർജി നടക്കാൻ ഈൽഡ് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആൾക്കാരാണ്. കാരണം ഈ NADH എന്ന് പറയുന്നതും എനർജി പ്രൊഡ്യൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഒരു NADH ൽ നിന്ന് 3 ATP ഈക്വലന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഗ്ലൈക്കോളിസിസിൽ ഡയറക്റ്റ് ആയിട്ട് 4 ATP ഉണ്ടാകുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് 2 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് 2 ആണ്. പക്ഷേ ഭാവിയിൽ ATP ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഇവിടെ വരുന്നുണ്ട്. അതാണ് NADH എന്ന് പറയുന്നത്. 2 NADH ഒരു ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്യുന്നുണ്ട്. 2 NADH, ശരിയാണോ? അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഇനി എവിടെയാണ് NADH വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിനുശേഷം പറഞ്ഞു ഗ്ലൈക്കോളിസിന് ശേഷം ഉണ്ടാകുന്ന പൈറുവേറ്റിന്റെ ഫ്യൂച്ചർ ഫേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്. ഓക്സിജന്റെ പ്രസൻസിൽ പോവുകയാണെങ്കിൽ അതൊരു എയറോബിക് റെസ്പിറേഷനിലേക്ക് പോകും. അനറോബിക് കണ്ടീഷൻ ആണെങ്കിൽ അത് ഫെർമെന്റേഷനിലോട്ട് പോകും. ഫെർമെന്റേഷൻ തന്നെ ആൽക്കഹോളിക് ആവാം, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആയിരിക്കും. ഫെർമെന്റേഷൻ നടക്കുമ്പോൾ വളരെ കുറച്ച് എനർജി റിലീസ് ആവുന്നുള്ളൂ. ആ ഗ്ലൈക്കോളിസിസിൽ നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ ഡയറക്റ്റ് ആയിട്ട് കിട്ടിയ 2 ATP മോളിക്യൂൾ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഫെർമെന്റേഷന്റെ ഈൽഡ് എന്ന് പറയുന്നത്. കൂടുതൽ എനർജി വേണമെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ തന്നെ വേണം. ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്താൽ മാത്രമേ ഫുൾ എനർജി അതിൽ നിന്ന് വരുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്ന എനർജിയുടെ എമൗണ്ട് കുറവാണ്. എയറോബിക് റെസ്പിറേഷനിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസ്റ്റിലാണ് ഈ പറയുന്ന പൈറുവേറ്റ് ഉണ്ടാകുന്നത്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് അവിടെയാണ്. അപ്പൊ അതിന് മൈറ്റോകോൺഡ്രിയയിലോട്ട് കൊണ്ടുപോയി അവിടെയാണ് ഫർദർ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ബിക്കെയിം ദ പവർ ഹൗസ് ഓഫ് ദി സെൽ. ആദ്യത്തെ സ്റ്റെപ്പില് പൈറുവേറ്റ് എന്ന് പറയുന്നത് അസിറ്റൈൽ കോഎൻസൈമായിട്ട് മാറുകയാണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ അവിടെ ഒരു പൈറുവേറ്റിന് ഒരു NADHഉം ഒരു കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആവുന്നുണ്ട്. ഒരു പൈറുവേറ്റിന്. സോ ഗ്ലൂക്കോസ് എന്ന് തുടങ്ങുവാണെങ്കിൽ എത്ര പൈറുവേറ്റ് ഉണ്ടായിട്ടുണ്ടാവും? 2 പൈറുവേറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ NADHന്റെ അളവും 2 ആയിട്ട് പറയണം. 2 NADH എന്ന് പറയണം. ഓക്കെ, അതാണ് ഇവിടെ 2 molecules of NADH are produced from 1 glucose molecule. ഓക്കെ, ഇനി ഈ റിയാക്ഷൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. 6ഉം SFMO. 6 എന്ന് പറയുന്നത് സിട്രേറ്റ്, ഐസോസിട്രേറ്റ്, കീറ്റോഗ്ലൂട്ടറേറ്റ്, സക്സിനൈൽ കോഎൻസൈം A that will become succinate, fumarate, malate, oxaloacetate. ഇതാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് സൈക്കിൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അസറ്റൈൽ കോഎൻസൈമയുടെ കണ്ടൻസേഷൻ വെച്ചിട്ടാണ്. അസറ്റൈൽ കോഎൻസൈമയെ കണ്ടൻസിങ് വിത്ത് ഓക്സാലോഅസറ്റേറ്റ് ടു ഈൽഡ് സിട്രിക് ആസിഡ്. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി
3 സ്ഥലങ്ങളിലായിട്ട് ഇവിടെ NADH ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഈ ഭാഗത്ത് ഐസോസിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആവുന്നിടത്ത്, പിന്നെ ഗ്ലൂട്ടറേറ്റ് സക്സിനൈൽ കോഎൻസൈമേ ആവുന്നിടത്ത്, സക്സിനൈൽ കോഎൻസൈമേ സക്സിനേറ്റ് ആവുന്നിടത്ത് ഇവിടെ ഒരു GTP ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു FADH2 ഫോം ചെയ്യുന്നുണ്ട്. ദെൻ മാലൈറ്റ് ഓക്സാലോസ്റ്റേറ്റ് ആകുന്നിടത്ത് ഒരു എന്താണ് NADH, വീണ്ടും ഒരു NADH കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കുക, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ഇവിടെ മുതലാണ് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ പറയുന്നത്. ഓക്കെ, സിട്രിക് ആസിഡ് സൈക്കിൾ പറയുന്നത്. എത്ര സ്ഥലങ്ങളിൽ NADH ഉണ്ടാകുന്നുണ്ട് നോക്കാം. 1, 2, 3. എത്ര സ്ഥലങ്ങളിൽ GTP ഉണ്ടാകുന്നുണ്ട് നോക്കാം. 1. എത്ര സ്ഥലങ്ങളിൽ FADH ഉണ്ടാകുന്നുണ്ട്? 1. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ നോക്കി നോക്കാം. ഇത് ഗ്ലൈക്കോളിസിന് ശേഷമുള്ളതാണ് എഴുതിയിരിക്കുന്നത്, അല്ലാണ്ട് ക്രെബ് സൈക്കിളിന്റെ മാത്രമല്ല. ഗ്ലൈക്കോളിസിന് ശേഷം എന്ന് പറയുമ്പോൾ പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈമേ ആകുന്നതും കൂടിയും പറയണം. ഓക്കെ, ശരിയാണോ നോക്കിയേ. ഒരു പൈറുവിക് ആസിഡ് ആണെങ്കിൽ 4 NAD+ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു FAD+ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇത് നിങ്ങൾ ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട. ഇത് രണ്ടും ശരിയാണോ നോക്കിയേ. ഒരു പൈറുവിക് ആസിഡ് 4 NAD+, ശരിയാണോ? ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ നമ്മൾ എത്ര പറഞ്ഞ 1, 2, 3, അപ്പൊ 4 NAD ആയോ? ശരിയാണോ? ശരിയാണോ? പറയൂ. ഒരു FAD ആണോ നോക്കൂ. ശരിയാണോ നോക്കൂ. ഒരു FAD ആണോ? ശരിയല്ലേ? ഇവിടുത്തെ ഒരു FAD അല്ലേ യൂസ് ചെയ്യുന്ന, റിയാക്ടന്റ് സൈഡിൽ ഉണ്ടാവുന്ന FAD അല്ലേ? ഒരു GDP ഉണ്ട്. ആ GDPക്ക് പകരമാണ് അവർ ADP എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. GDP, കാരണം GTPയും ADPയും ഒരു ഈക്വലന്റ് ആയിട്ട് എടുക്കാം. രണ്ടുപേരും ഒരു ATP ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. 3 കാർബൺ ഡൈ ഓക്സൈഡ് ശരിയാണോ നോക്കാം. ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. ഓക്കെ, 3 കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. 4 NAD ആണ് ആയതുകൊണ്ട് അതിന്റെ റിഡക്ഷൻ കഴിയുമ്പോൾ 4 NADH-ഉം 4 H+ ഫോം ചെയ്യും. ഒരു FAD+ റെഡ്യൂസ് ചെയ്ത് FADH2 ഫോം ചെയ്യും. ഒരു ADP എന്നുള്ളത് കൺവേർട്ട് ചെയ്ത് ഒരു ATP ആയിട്ട് മാറും. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് എത്ര ATP ഫോം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് ഇത്രയും നേരമായിട്ട് എത്ര ATP ഫോം ചെയ്തു? സ്റ്റാർട്ടിങ് വിത്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് എന്ന ഒരു 10 സ്റ്റെപ്പ് കഴിയുമ്പോൾ, അതായത് ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ ഒരു നെറ്റ് ഗെയിൻ 2 ATP നമ്മൾ പറഞ്ഞു. ഇനി ഇതുവരെയായിട്ടും വേറെ ATP ആയിട്ട് ഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. പകരം നമ്മൾ കണ്ടത് എന്താണ്? NADH ഫോർമേഷനും FADH2 ഫോർമേഷനും GTP ഫോർമേഷനുമാണ് നമ്മൾ ക്രെബ് സൈക്കിൾ വഴി കണ്ടത്. ശരിയാണല്ലോ? അല്ലാതെ ഇവിടെ എവിടെയും ATP ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പറയുന്നില്ല. ശരിയല്ലേ? ശരിയാണോ? ഇനി എങ്ങനെയാണ് ATP ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. ഇപ്പൊ ഫോട്ടോസിന്തസിസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കെമിയോസ്മോസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കെമിയോസ്മോസിസ്, ATP ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആയിരുന്നു. ലൈറ്റിന്റെ പ്രസൻസിൽ ATP ഫോം ചെയ്യുന്നതായിരുന്നു ഫോട്ടോസിന്തസിസിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിൽ സെല്ലുലാർ റെസ്പിറേഷനിൽ ഇവിടെ സൺലൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൺലൈറ്റ് യൂസ് ചെയ്ത് ഗ്രീൻ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ആ ഗ്ലൂക്കോസിൽ നിന്ന് എങ്ങനെയാണ് സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ്. എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ? ഒരാളിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നു, അപ്പൊ അയാൾ ഓക്സിഡൈസ്ഡ് ആയി, അത് വാങ്ങിക്കുന്ന ആൾ എന്തായി? റെഡ്യൂസ്ഡ് ആയി. ശരിയല്ലേ? ശരിയല്ലേ? ഇങ്ങനെ ഇലക്ട്രോൺസ് ഒരു കാരിയറിൽ നിന്നും മറ്റൊരു കാരിയറിലോട്ട് പോകുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ഇലക്ട്രോൺസ് ഒരു കാരിയറിൽ നിന്നും മറ്റൊരു കാരിയറിലോട്ട് ഇങ്ങനെ എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ ഇലക്ട്രോൺസ് പോകുമ്പോ
പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ATP ഫോം ചെയ്യും. ഇത് തന്നെയല്ലേ നമ്മൾ കെമിയോസ്മോസിസ് ഹൈപ്പോത്തിസിസ് അവിടെ പഠിച്ചത്. ഞാൻ അത് തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത് കേട്ടോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ആ വേർഡ് ശ്രദ്ധിക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ അവിടെയും പറഞ്ഞിരുന്നു, ഇവിടെയും പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പറഞ്ഞു. കാരണം അവിടെ ലൈറ്റ് എനർജിയുടെ പ്രസൻസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ലൈറ്റ് എനർജി അല്ല, പകരം ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ ഇനി പറയാൻ പോകുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ റെസ്പിറേറ്ററി പ്രോസസ് ടു റിലീസ് ആൻഡ് യൂട്ടിലൈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ NADH ആൻഡ് FADH2. നമ്മൾ പറഞ്ഞു ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ അതുപോലെ ഗ്ലൈക്കോളിസിസിൽ ഒരു സ്റ്റെപ്പില് NADH ഉണ്ടാകുന്നുണ്ട്, FADH2 ഉണ്ടാകുന്നുണ്ട്. ഇവര് രണ്ടുപേർക്കും എനർജി ഉണ്ടാക്കാൻ പറ്റും. ഇവര് രണ്ടുപേരും ATP പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു NADH-ന് 3 ATP ഈക്വലൻസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു FADH2-ന് 2 ATP ഈക്വലന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് NADH-ൽ നിന്ന് ATP വരുന്നത്, എങ്ങനെയാണ് FADH2-ൽ നിന്ന് ATP വരുന്നത്, അതാണ് പറയാൻ പോകുന്നത്. ഇനി ഓർത്തു വെക്കുക, ഇവര് രണ്ടുപേരും ഇപ്പൊ ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് നിൽക്കുവാണ്. ഇലക്ട്രോൺ കാരിയേഴ്സ് എന്ന് പറയാൻ കാരണം എപ്പോഴാണ് ഇവർ ഉണ്ടാകുന്നേ നോക്കാം. ഓക്കെ, NADH എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. NAD-യുടെ റെഡ്യൂസ്ഡ് ഫോം ആണ് NADH, ശരിയാണോ? NAD+ എന്ന് പറയുന്നതിലോട്ട് അല്ലെങ്കിൽ NAD+ന് റിഡക്ഷൻ വരുമ്പോഴാണ് അത് NADH+H+ ആവുന്നത്, ശരിയല്ലേ? ഹൈഡ്രജൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിഡക്ഷൻ അല്ലേ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇവരുടെ കയ്യിൽ ഇപ്പൊ ഇലക്ട്രോൺസ് ഉണ്ട്, കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള. ഇവർക്ക് വേണമെങ്കിൽ ഇനി ആർക്കെങ്കിലും ഇലക്ട്രോൺസ് കൊടുക്കാം. ഇവര് ക്രബ് സൈക്കിൾ നടന്നപ്പോ റെഡ്യൂസ്ഡ് ആയി ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ്. റിഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ളതാണ് NADH-ഉം FADH2. ഇപ്പൊ ഫ്യൂച്ചറിൽ ഇവർക്ക്, അതായത് ഇവരുടെ കയ്യിൽ ഇപ്പൊ ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്, ഇവർക്ക് ഈ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. എവിടോട്ട്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട്. ഞാനൊന്ന് ഫോട്ടോസിന്തസിസുമായിട്ട് കമ്പയർ ചെയ്യട്ടെ. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഫോട്ടോ സിസ്റ്റം 2-ലോട്ട് ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ എനർജി കാരണം ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഇലക്ട്രോൺസ് ചാടിപ്പോണെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്നും ഇലക്ട്രോൺസ് പോകുന്നു. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട് ഇലക്ട്രോൺസ് കൊടുക്കുന്നത് ആരാ? ഈ NADH-ഉം FADH2 ആണ്. ഓക്കെ, ഇവര് ഇലക്ട്രോൺസ് എക്സ്ട്രാ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്, ഇവർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും. ഇവരെക്കാളും റെഡ്യൂസിങ് എബിലിറ്റി കുറവായിട്ടുള്ള ആൾക്കാരെ കാണുവാണെങ്കിൽ ഇവരത് കൊടുക്കും, നിങ്ങൾ എടുത്തോളാൻ പറയും. ഓക്കെ, ഇനി അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ദേ ആർ ഓക്സിഡൈസ്ഡ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതിന്റെ മീനിങ് എന്താ? ദേ ആർ, NADH-ഉം FADH2-ഉം ഓക്സിഡൈസ്ഡ് ആകും ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതിന്റെ അർത്ഥം എന്താ? ഇവർ ഓക്സിഡൈസ്ഡ് ആവണമെങ്കിൽ വാട്ട് ഷുഡ് ഹാപ്പൻ? ഇവരുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോൺസ് പോണം, ശരിയല്ലേ? ഇവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺസ് പോകുമ്പോൾ ഇവരെ ഓക്സിഡൈസ്ഡ് ആവും. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രോൺസ് വാങ്ങിക്കാൻ പോകുന്നത് ആരാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള ആൾക്കാരാണ്. അവസാനം ഇവരിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം അവസാനം പോയി വാങ്ങിക്കാൻ പോകുന്ന ആളാരാന്നറിയോ? ഓക്സിജൻ ആണ്. എന്നിട്ട് ഏറ്റവും അവസാനം എന്തുണ്ടാവും? ഓക്സിജനിലോട്ട് ഈ ഹൈഡ്രജൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺസ് ചേരുമ്പോൾ വാട്ടർ ആയിട്ട് ഫോം ചെയ്യും. നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു എന്താണ് ഫോർമുല ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇത് സി, ഗ്ലൂക്കോസിന്റെ റെസ്പിറേഷൻ എന്ന് പറയുന്ന എൻഡർ പ്രോസസ് നമ്മൾ ഇതാ പറഞ്ഞത്. ഗ്ലൂക്കോസ് ഓക്സിജന്റെ പ്രസൻസിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു. ഇതില് ഗ്ലൂക്കോസിന്റെ പാർഷ്യൽ ഓക്സിഡേഷൻ പകുതി നമ്മൾ ഗ്ലൈക്കോളിസിസിൽ അതിനെ ബ്രേക്ക് ചെയ്തു. 6 കാർബൺ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ 3 കാർബൺ ആക്കി. ആ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ക്രബ് സൈക്കിളും കൂടി കഴിയുമ്പോൾ കംപ്ലീറ്റ് ബ്രേക്ക് ആയി കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നത് നമ്മൾ കണ്ടു. ഇനി നമുക്കറിയേണ്ടത് വാട്ടർ ഫോർമേഷനും എനർജി ഫോർമേഷനും ആണ്. ഓക്കെ, വാട്ടർ ചില സ്റ്റെപ്പുകൾ ഉണ്ടായി, അത് പോരാഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പില് ഓക്സിജൻ വന്ന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറും. അതിന്റെ ഫലമായിട്ട് എനർജിയും കൂടി ഉണ്ടാവും. അപ്പൊ നമ്മള് ഇതിനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്, ഓക്സിജൻ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് നമ്മൾ എവിടെയും ഓക്സിജന്റെ പാർട്ടിസിപ്പേഷൻ കണ്ടിട്ടില്ല. ഈ ഓക്സിജൻ വരാൻ പോകുന്നത് ഫൈനൽ സ്റ്റെപ്പിലാണ്.
ലാസ്റ്റ് എൻട്രിയിലാണ് ആര് വരാൻ പോകുന്നത്? ഓക്സിജൻ വരാൻ പോകുന്നത്. ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആക്സെപ്റ്റർ ആയിട്ട് വരാൻ പോകുന്ന ആളാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ ഓക്സിജൻ ഉണ്ട്, അതാണ് ഇത് എയറോബിക് റെസ്പിറേഷൻ ആയത്. അല്ലാണ്ട് ത്രൂ ഔട്ട് നമ്മൾ എവിടെയും ഓക്സിജനെ കണ്ടിട്ടില്ല. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിജൻ വന്ന് കളിക്കുവാണ്. ആൻഡ് ഹി ബിക്കെയിം ദ ഹീറോ. എയറോബിക് റെസ്പിറേഷൻ ശരിയല്ലേ? അവസാനം വന്ന് ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയ പോലെ. ഓക്കെ. The metabolic pathway through which electron passes from one carrion to another called the electron transport system, and it is present in the inner mitochondrial membrane. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രബ് സൈക്കിൾ നടന്നത്, ക്രബ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈക്കിൾ ഉണ്ടല്ലോ, ഇത് നടന്നത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണ്. ക്ലിയർ ആക്കുക കേട്ടോ. ഗ്ലൈക്കോളിസിസ് നടന്നത് സൈറ്റോപ്ലാസ്റ്റില്. മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന ക്രബ് സൈക്കിൾ നടത്തുന്നത്. ഇനി നടക്കാൻ പോകുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കാൻ പോകുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. ഒരു മെംബ്രെയിനിലാണ്. കാരണം മെംബ്രെയിൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു മെംബ്രെയിന്റെ അപ്പുറത്തിപ്പുറത്തുമാണ്. സോ ദിസ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ഇസ് ഇമ്പോർട്ടന്റ്. ഇനി ഈ എനർജി പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ഇൻഫോൾഡഡ് ആയി ക്രിസ്റ്റേ ഫോം ചെയ്യുന്നത്. നമുക്കറിയാലോ, ക്രിസ്റ്റേ സർഫസ് ഏരിയ കൂട്ടാനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ സർഫസ് ഏരിയ കൂട്ടണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെംബ്രെയിനുമേ, അതായത് ഈ ഇന്നർ മെംബ്രെയിൻ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനുമാണ് ഈ പറയുന്ന എനർജി പ്രൊഡക്ഷന്റെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കണം. then only you can make lot of energy. ഓക്കെ, ക്ലിയർ ആണോ? ക്രബ് സൈക്കിൾ നടക്കാൻ പോകുന്നത് ഈ മാട്രിക്സിലാണ്. ഇവിടെയാണ് ക്രബ് സൈക്കിൾ നടക്കാൻ പോകുന്നത്. പക്ഷെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കാൻ പോകുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ. ഓക്കെ, ഇനി ഈ ഡയഗ്രത്തിലോട്ട് നോക്കാം കേട്ടോ. നോക്കിയിട്ട് ഡയഗ്രാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് പറയാൻ പോകുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എത്ര കോംപ്ലക്സ് ഉണ്ട്? 4 കോംപ്ലക്സ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ 4 കോംപ്ലക്സ് കാണുന്നുണ്ടോ നോക്കാം. കോംപ്ലക്സ് 1, 2, 3, 4 കാണുന്നുണ്ടോ? കോംപ്ലക്സ് 1 ഇതല്ല കോംപ്ലക്സ് 2 ട്ടോ. കോംപ്ലക്സ് 2 ദാ ഇദ്ദേഹമാണ്. ഈ പർപ്പിൾ കളർ ആളാണ് കോംപ്ലക്സ് 2. കണ്ടോ? ഇത് കോംപ്ലക്സ് 3 ആണ്. നിങ്ങൾ ചോദിക്കും ഇവരെന്തെങ്കിലും ഓർഡർ തെറ്റിച്ച് വെച്ചിട്ടിരിക്കുന്നത്. പറഞ്ഞു തരാം. ഇത് കോംപ്ലക്സ് 4. ഇങ്ങനെ 4 കോംപ്ലക്സ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നത്. കോംപ്ലക്സ് 1ന്റെ പേര് NADH ഡീഹൈഡ്രോജനേസ്. കണ്ടോ? കോംപ്ലക്സ് 2ന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ്. ഇങ്ങനെ 4 കോംപ്ലക്സ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നത്. അവരുടെ ജോലി എന്താ? അവർക്ക് എവിടെന്നെങ്കിലും ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ടാവും. ആ ഇലക്ട്രോൺസിനെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കാം. അങ്ങനെ ഓർത്ത് വയ്ക്കും ഇപ്പൊ തൽക്കാലം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോംപ്ലക്സ് 1. ഇതിരിക്കുന്ന മെംബ്രെയിൻ ഏതാ നോക്കി നോക്കിയേ. ഈ 4 കോംപ്ലക്സുകളും ഇരിക്കുന്ന മെംബ്രെയിൻ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിന്റെ ഉള്ളിലെ ഭാഗമാണ് ഈ മാട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ? ഉള്ളിലെ ഭാഗമാണ് മാട്രിക്സ്, പുറത്തെ ഭാഗമാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഏതാ ഒന്ന് കാണിച്ചെന്ന്. ഇവിടെയല്ലേ? ഇതല്ലേ ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. 2 മെംബ്രെയിന്റെ ഇടയിലുള്ള സ്പേസ്. മൈറ്റോകോൺട്രിയക്ക് 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും തമ്മിലുള്ള സ്പേസ് ആണ് ഇന്നർ മെംബ്രെയിൻ സ്പേസ്. ശരിയാണോ? ലൊക്കേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം കോംപ്ലക്സ് 1 എന്താ ചെയ്യണേ നോക്കാം. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജനേസ് ആണ്. യെല്ലോ കളറിൽ കാണാം. അദ്ദേഹം NADH-ൽ നിന്നും ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ശരിയാണോ നോക്കിയേ? NADH-ൽ നിന്നും ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ NADH എവിടെ ഉണ്ടായിട്ടുള്ളതാ? ക്രബ് സൈക്കിളിൽ ഉണ്ടാകുന്നുണ്ട് 3 പൈറുവേറ്റ് അസറ്റൈൽ കോയിൻസെമി ആവുന്നിടത്ത് ഉണ്ടാകുന്നുണ്ട്, ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള NADH-നെ ഓക്സിഡൈസ് ചെയ്ത് കൊടുക്കും. ഇലക്ട്രോൺസിനെ വാങ്ങിച്ച് NADH-ന് ഓക്സിഡേഷൻ വന്ന് അത് എന്തായിട്ട് മാറും? NADH മാറ്റി മാറും. ഇലക്ട്രോൺസിനെ ഇപ്പൊ കോംപ്ലക്സ് 1-ലോട്ട് കിട്ടി. ശരിയാണോ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ്. ഇനി കോംപ്ലക്സ് 2 എന്താ ചെയ്യണേ നോക്കിയേ. കോംപ്ലക്സ് 2 FADH2-ൽ നിന്നാണ് ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നത്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് നോക്കിയോ ഒന്ന് ആലോചിക്കുക. സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആവുന്ന കാണിച്ചു കൊടുക്കണ്ടോ? സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആവുന്നത്
സക്സിനേറ്റ് ഇവിടെ ഫ്യൂമറേറ്റ് ആകുന്ന സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് FADH2ലേക്കാണ് വരുന്നത്, FAD-ലോട്ടാണ് വരുന്നത്. അപ്പൊ ആ സ്റ്റെപ്പിൽ വരുന്ന ഇലക്ട്രോൺസ് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ FADH2. അതിൽ നിന്ന് ഇലക്ട്രോൺസ് വാങ്ങിക്കുന്ന ആളായിട്ട് നമുക്ക് കോംപ്ലക്സ് 2നെ ആലോചിക്കാം. കോംപ്ലക്സ് 2 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് NADH2-ൽ നിന്നും FADH2-ൽ നിന്നും എങ്ങനെ ATP ഉണ്ടാകണമെന്നാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഇവർക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് പഠിക്കണം. NADH-നെ ഓക്സിഡൈസ് ചെയ്യുന്നത് കോംപ്ലക്സ് 1, FADH2-നെ ഓക്സിഡൈസ് ചെയ്ത് കൊടുക്കുന്നത് കോംപ്ലക്സ് 2. ക്ലിയർ ആണോ? കോംപ്ലക്സ് 1ഉം കോംപ്ലക്സ് 2ഉം അവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺസിന് ആർക്കാണ് കൊടുക്കുന്നത് നോക്കാം. കോംപ്ലക്സ് 1 ആർക്കാ കൊടുക്കുന്നത്? കോംപ്ലക്സ് 1 അവരുടെ ഇലക്ട്രോൺസിന് ആർക്കാ കൊടുക്കുന്നത്? യൂബിക്വിനോൺ എന്ന് പറയുന്ന ഒരാൾക്കാ കൊടുക്കുന്നത്. യൂബിക്വിനോൺ എന്ന് പറയുന്ന ഒരാൾക്കാണ് അവരുടെ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. ടെക്സ്റ്റിൽ പേരുണ്ട് കേട്ടോ, യൂബിക്വിനോൺ. കോംപ്ലക്സ് 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് ആർക്കാ നോക്ക്. യൂബിക്വിനോൺ തന്നെയല്ലേ? കോംപ്ലക്സ് 1 NADH-ൽ നിന്ന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. കോംപ്ലക്സ് 2 FADH2-ൽ നിന്ന് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഈ രണ്ടുപേരും അവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺസിന് യൂബിക്വിനോൺ എന്ന് പറയുന്ന വേറൊരു പ്രോട്ടീന് കൊടുക്കുവാണ്. യൂബിക്വിനോൺ ശരിയല്ലേ? നോക്കി ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ലേ? ഇനി യൂബിക്വിനോൺ എന്താ ചെയ്യുന്നത്? യൂബിക്വിനോൺ റെഡ്യൂസ്ഡ് ആവും. ഒബിയസ്ലി ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ അത് റെഡ്യൂസ്ഡ് ആകും, യൂബിക്വിനോൾ ആവും. നോൺ എന്ന് പറയുന്നത് നോൾ ആവും, യൂബിക്വിനോൾ എല്ലാം അവസാനിക്കുന്നത്. അതും ഇലക്ട്രോൺസിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കില്ല, തൊട്ടടുത്ത ആൾക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കും. ആരടുത്തിരിക്കുന്ന ആള്? ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ. യൂബിക്വിനോൺ സ്വന്തം കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇലക്ട്രോൺസിനെ എവിടേക്കാ കൊടുക്കുന്നതെന്ന്? ശരിയാണോ? കോംപ്ലക്സ് 3-ലോട്ടാണോ കൊടുത്തത്? ഇതാ യൂബിക്വിനോൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് കോംപ്ലക്സ് 3-ലോട്ട്. ഈ UQH2 എന്ന് എഴുതിയിരിക്കുന്നത് യൂബിക്വിനോണിന്റെ തന്നെ റെഡ്യൂസ്ഡ് ഫോം ആണ് കേട്ടോ, റെഡ്യൂസ്ഡ് ഫോം ആണ് യൂബിക്വിനോൾ എന്ന് പറയും. വാട്ട് എവർ ഇറ്റ് ഈസ്, ദി ഇലക്ട്രോൺസ് വിൽ ബി given to the complex 3. ശരിയാണോ? കോംപ്ലക്സ് 3-ലോട്ടല്ലേ ഇലക്ട്രോൺസ് പോകുന്നത്. കോംപ്ലക്സ് 3 അതിന്റെ ഇലക്ട്രോൺസിനെ എവിടേക്കാ കൊടുക്കുന്നത്? ഒരു മൊബൈൽ കാരിയർ ഉണ്ട്. ഓടിക്കളിക്കുന്ന ഒരാളെ കണ്ടോ? നമ്മുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിന്റെ പുറത്തോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ കാരിയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താ? സൈറ്റോക്രോം സി. സൈറ്റോക്രോം സി. അദ്ദേഹം എന്താ ചെയ്യുന്നത് നോക്കിയേ. കോംപ്ലക്സ് 3-ൽ നിന്നും ഇലക്ട്രോൺസിനെ ആർക്ക് കൊണ്ടു കൊടുക്കുക? കോംപ്ലക്സ് 4-ന് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ കോംപ്ലക്സ് 3 എന്ത് ചെയ്യും? അതിന്റെ ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം സി എന്ന് പറയുന്ന ഒരു മൊബൈൽ കാരിയർക്ക് കൊണ്ടു കൊടുക്കും. സൈറ്റോക്രോം സി. സൈറ്റോക്രോം സി കിട്ടിയ ഇലക്ട്രോൺസിനെയും കൊണ്ട് നേരെ ഓടിപ്പോയി ആർക്ക് കൊടുക്കും? കോംപ്ലക്സ് 4-ന് കൊടുക്കും. ഓക്കെ, കോംപ്ലക്സ് 4 കഴിഞ്ഞു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലെ കോംപ്ലക്സുകൾ തീരുന്നു. കോംപ്ലക്സ് 4 കയ്യിലിരിക്കുന്ന ഇലക്ട്രോൺസിന് ആർക്കാ കൊടുക്കണേ നോക്കിയേ? ഓക്സിജനാ കൊടുക്കുന്നത്. ശരിയാണോ? ഓക്സിജന് കൊടുക്കുന്നുണ്ടോ? ഇതാണ് പറഞ്ഞത് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫൈനൽ ഹൈഡ്രജൻ ആക്സെപ്റ്റർ ആയിട്ട് വരുന്ന ആരാന്നാ പറയുന്നത്? ഓക്സിജൻ ആണ്. ഇവിടെയാണ് ഓക്സിജന്റെ ആവശ്യം വരുന്നത്. ദാറ്റ് ഇസ് വൈ ഇത് എയറോബിക് റെസ്പിറേഷൻ ആയി. ശരിയാണോ? ഈ സീരീസ് വാങ്ങി നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കത്രേ ഉള്ളൂ. ഇതിൽ സൈറ്റോക്രോം സി എവിടെ നിന്ന് എവിടോട്ട് ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യും? സൈറ്റോക്രോം സി വരുന്ന എവിടെയാ? 3-നും 4-നും ഇടയിൽ. യൂബിക്വിനോൺ എവിടെ നിന്ന് എവിടേക്ക് കൊടുക്കുന്നു? അല്ലെങ്കിൽ ഓരോ കോംപ്ലക്സിന്റെയും പേരെന്താണ്? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണോ? ആ, ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കഴിഞ്ഞു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കഴിഞ്ഞു. ഇനി എവിടെ ATP ഉണ്ടാകുന്നത്? നിങ്ങൾ പറ, ഇനി എവിടെ ATP ഉണ്ടാകുന്നത്? ഇതുവരെയായിട്ട് നമ്മൾ ATP ഉണ്ടാകുന്ന കാര്യം പറഞ്ഞില്ല. NADH-ന് ഓക്സിഡേഷൻ വന്നു, FADH2-ന് ഓക്സിഡേഷൻ വന്നു, ഇലക്ട്രോൺസ് ഒക്കെ ഓടിക്കളിച്ചു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ കണ്ടു, വാട്ടർ ഉണ്ടായതും നമ്മൾ കണ്ടു. ഇനി എവിടെ എനർജി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ആ എനർജി പ്രൊഡക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ പാരലലായിട്ട് എന്ത് നടക്കുന്നുണ്ട്? പ്രോട്ടോണിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോസിന്തസിസിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ പറഞ്ഞിരുന്നില്ലേ? ല്യൂമനില് പ്രോട്ടോൺ അക്യുമുലേറ്റ് ചെയ്യും, സ്ട്രോമയില് കുറയും. അപ്പോ എന്താണ്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി ഉണ്ടാകും എന്ന് ഫോട്ടോസിന്തസിസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നുണ്ട്. എവിടെയാണെന്നൊന്ന് നോക്കിയേ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ.
ദാ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതിന് പാരലായിട്ട് പ്രോട്ടോണിന്റെ ഒരു പമ്പിങ് നടക്കുന്നത് നോക്കിയേ. പ്രോട്ടോണിന്റെ ഒരു പമ്പിങ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഏതൊക്കെ കോംപ്ലക്സുകളാണ് പ്രോട്ടോണിനെ പമ്പ് ചെയ്യുന്നത് നോക്കാം. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4. കോംപ്ലക്സ് 1 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നതിന് പാരലായിട്ട് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4 ഈ 3 പേരിലൂടെയും പ്രോട്ടോണിന്റെ പമ്പിങ് നടക്കുന്നുണ്ട്. എവിടുന്ന് എവിടോട്ടാ പമ്പിങ് നടക്കുന്നത്? മാട്രിക്സിൽ നിന്നും മെംബ്രെയിൻ സ്പേസിലോട്ട്. ശരിയാണോ? മാട്രിക്സിൽ നിന്ന് മെംബ്രെയിൻ സ്പേസിലോട്ട് പ്രോട്ടോൺ പമ്പിങ് നടക്കുന്നുണ്ട്. ശരിയാണോ? ഇനി നിങ്ങൾ തന്നെ പറയും, ഞാൻ പറയില്ല. ഇത് കഴിയുമ്പോ പ്രോട്ടോണിന്റെ അക്യുമുലേഷൻ വരാൻ പോകുന്നത് എവിടെയായിരിക്കും? പ്രോട്ടോണിന്റെ എമൗണ്ട് കൂടുതൽ വരാൻ പോകുന്നത് എവിടെയായിരിക്കും? എവിടെയായിരിക്കും? സ്പേസിലാണോ മാട്രിക്സിലാണോ? തെറ്റിയാലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യമൊക്കെ തെറ്റിച്ച് പറയൂ. എവിടെയായിരിക്കും കൂടാൻ പോകുന്നത്? എവിടോട്ടാ പ്രോട്ടോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്? പമ്പിങ് നടക്കുന്നത് എവിടെയോട്ടാ? ഇതല്ലേ പമ്പിങ്? ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പമ്പിങ് നടക്കുന്നത് അല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോ പ്രോട്ടോണിന്റെ അക്യുമുലേഷൻ വരാൻ പോകുന്നത് ഇന്റർ മെംബ്രെയിൻ സ്പേസിലല്ലേ? ശരിയാണോ? ഇവിടെ പ്രോട്ടോൺ വന്നു, ഇവിടെ പ്രോട്ടോൺ വന്നു, ഇവിടെ പ്രോട്ടോൺ വന്നു. അക്യുമുലേഷൻ നടക്കാൻ പോകുന്നത് എവിടെയാ? ഇന്റർ മെംബ്രെയിൻ സ്പേസില്. ശരിയല്ലേ? ശരിയാണോ? ഇങ്ങനെ വരുമ്പോ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിന്റെ പുറത്തും അകത്തുമായിട്ട് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ വ്യത്യാസം വന്നു, പ്രോട്ടോൺ ഗ്രേഡിയന്റ് വന്നു. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ആര് വേണം? ATP സിന്തേസ് എന്ന് പറയുന്ന ആള് വേണം. ദാ നമ്മൾ ഫോട്ടോസിന്തസിസിലും പഠിച്ചില്ലേ ഇതുപോലത്തെ ഒരാളെ? ഞാനിപ്പോ ഈ വരച്ചത് കണ്ടോ ഒരാളെ? ലാസ്റ്റ് കിടക്കുന്ന കോംപ്ലക്സ് ഉണ്ടോ? ഹീസ് ദ കോംപ്ലക്സ് 5. അതാണ് കോംപ്ലക്സ് 5. ATP സിന്തേസ് എന്ന് പറയുന്ന ആള്. സി, പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും പ്രോട്ടോൺസിനെ മാട്രിക്സിലോട്ട് തിരിച്ചു വിടുവാണ്. ശരിയല്ലേ? അങ്ങനെ തിരിച്ചു പോകുമ്പോ ATP ഫോം ചെയ്യും. തിരിച്ചു പോകുമ്പോ ATP ഫോം ചെയ്യാൻ കാരണം മറ്റേ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ ഇവിടെയും കോംപ്ലക്സ് 5 ATP സിന്തേസിന് 2 പാർട്സ് ഉണ്ട്. F0 എന്ന് പറയുന്ന ഒരു പാർട്ടും F1 എന്ന് പറയുന്ന ഒരു പാർട്ടും. F0 പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ് മെംബ്രെയിൻ ചാനൽ ആണ്. F1 എന്ന് പറയുന്നത് ശരിക്കും ATP ആക്ടിവിറ്റി ഉള്ള, ATP സിന്തേസ് ആക്ടിവിറ്റി ഉള്ള പാർട്ടാണ്. അപ്പൊ ഇതിൽ കൂടെ പ്രോട്ടോൺ പോകുമ്പോ ഇവിടെ കൺഫോർമേഷണൽ ചേഞ്ച് വരികയും ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ജോയിൻ ചെയ്ത് ATP ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സി, ATP പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കെമിയോസ്മോട്ടി ഹൈപ്പോത്തസിസ് പറയണം. കെമിയോസ്മോട്ടി ഹൈപ്പോത്തസിസ് കൊണ്ട് എന്താ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി ഉണ്ടാവും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നമ്മൾ കണ്ടു. ഇവിടെ 4 കോംപ്ലക്സുകളാണ് ഇരിക്കുന്നത്. ഈ 4 കോംപ്ലക്സിൽ കൂടിയും ഇലക്ട്രോൺസ് പോകുമ്പോൾ പ്രോട്ടോൺസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. എവിടെ? ഇന്നർ മെംബ്രെയിൻ സ്പേസിലോട്ട്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കോംപ്ലക്സ് 5 ഉണ്ട്. കോംപ്ലക്സ് 5 എന്ത് ചെയ്യും? സ്പേസിൽ നിന്നും മാട്രിക്സിലോട്ട് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യും, തിരിച്ച് പമ്പ് ചെയ്യും. അപ്പൊ ATP ഉണ്ടാവും. ഒരു NADHന്റെ ഓക്സിഡേഷൻ കാരണം 3 മോളിക്യൂൾസ് ഓഫ് ATP ആണ് ഉണ്ടാകുന്നത്. FADH2 2 ATP ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു NADH ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NADH എന്നല്ല എഴുതുക, പകരം 3 ATP എന്ന് എഴുതും. ഒരു FADH2 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ATP കൊടുക്കാം? 2 ATP കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞത്. ഒന്ന് നോക്കിയിട്ട് വേഗം പറഞ്ഞേ, നമ്മുടെ ചാപ്റ്റർ തീർക്കട്ടെ ഞാൻ. എയറോബിക് റെസ്പിറേഷനിൽ ടോട്ടൽ എത്ര ഉണ്ടാവുന്നു എന്നാ പറയുന്നത്. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം അത് പൈറുവിക് ആസിഡ് ആവും. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആവും. അസറ്റൈൽ കോഎൻസൈം എ പിന്നെ എവിടോട്ടാ പോകുന്നത്?
ക്രബ് സൈക്കിളിലോട്ട് പോവും അല്ലെ? ക്രബ് സൈക്കിളിലോട്ട് പോവും. ക്രബ് സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും പിന്നെന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ആണ് നടക്കുന്നത്. ഇപ്പൊ എത്ര ATP ഉണ്ടാവുന്നു എന്ന് പറയാം. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആകുന്നിടത്ത് എത്ര ATP എഴുതിയിരിക്കുന്നത് നോക്കിയാൽ നെറ്റ് ഗെയിൻ എത്ര എഴുതിയിരിക്കുന്നത്? 8 ആണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാൽക്കുലേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. 2 ATP കൺസ്യൂം ചെയ്യുന്നുണ്ട്. ശരിയാണോ? ഗ്ലൈക്കോളിസിസിൽ 2 ATP കൺസ്യൂം ചെയ്യുന്നുണ്ടോ? ശരിയല്ലേ? 4 ATP ഡയറക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. 4 ATP ഡയറക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? 2 NADH ഉണ്ടാകുന്നുണ്ട്. 2 NADH ഉണ്ടാകുന്നത് ഞാൻ ഇപ്പൊ തുടങ്ങുമ്പോ പറഞ്ഞില്ലേ? 2 NADH. ഒരു NADH എത്ര ATPക്ക് ഈക്വലന്റ് ആണ്? 3 ATPക്ക്. അപ്പൊ 2 NADH എന്ന് പറയുന്നത് എത്ര ATPക്ക് ഈക്വലന്റ് ആണ്? 6 ATPക്ക്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവുന്നു എന്ന് പറഞ്ഞേ? ടോട്ടൽ ഉണ്ടാകുന്നത് 4 + 6 10 ആണ്. 10ൽ നിന്ന് ഈ കൺസ്യൂം ചെയ്ത് 2 എണ്ണം മൈനസ് ചെയ്യുമ്പോ 8 ATP ആയിട്ട് മാറും. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. ഇനി അടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു 8 ATP ഉണ്ടാവണമെന്ന്. ഫെർമെന്റേഷൻ ആണെങ്കിൽ ഈ NADHന്റെ കാര്യം നമ്മൾ പറയില്ല കേട്ടോ. കാരണം എന്താ? ഫെർമെന്റേഷൻ ആണെങ്കിൽ അത് എനറോബിക് കണ്ടീഷൻ ആണ്. എനറോബിക് കണ്ടീഷൻ ആണെങ്കിൽ NADHൽ നിന്നുണ്ടാകുന്ന ATP നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം NADHൽ നിന്ന് ATP ഉണ്ടാകണമെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കണം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കണം. അതില്ല, എനറോബിക്കിൽ ഇല്ല. ഫെർമെന്റേഷനോട് കൂടി തീർന്നു. ക്രബ് സൈക്കിളിലോട്ട് പോവില്ല, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇല്ല. അപ്പൊ നമ്മൾ ഫെർമെന്റേഷൻ ആണെങ്കിൽ 2 ATP കൊടുക്കുള്ളൂ. എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഗ്ലൈക്കോളിസിസ് നമ്മൾ 8 ATP പറയും. പൈറുവേറ്റ് അസ്റ്റൈൽ കോൻസൈമ ആകുന്ന സ്റ്റെപ്പില് എത്ര ATP ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി? 6 ATP. ശരിയാണോ? എന്തുകൊണ്ട് 6 ATP എഴുതിയത്? അവിടെ ഒരു പൈറുവേറ്റിന് ഒരു NADH. അപ്പൊ 2 പൈറുവേറ്റ് ഉള്ളത് കൊണ്ട് 2 NADH. സോ ടോട്ടൽ 6 ATP. ശരിയല്ലേ? ഇവിടെ 6. ഇനി ക്രബ് സൈക്കിളിലോട്ട് പോവാം. ക്രബ് സൈക്കിളില് 3 NADH ഉണ്ടാകുന്നുണ്ട്, ഒരു FADH ഉണ്ടാകുന്നുണ്ട്, ഒരു GTP ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഒരു പൈറുവേറ്റ് ഒരു ക്രബ് സൈക്കിള് പോകുമ്പോഴാണ് 3ഉം 1ഉം 1ഉം വരുന്നത്. നമുക്ക് 2 പൈറുവേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഇൻറ്റു 2 ചെയ്യണ്ടേ? ശരിയല്ലേ? ക്രബ് സൈക്കിള് ഒരു പൈറുവേറ്റിന്ന് ഒരു അസ്റ്റൈൽ കോൻസൈമേ ഒരു ക്രബ് സൈക്കിള്. നമ്മൾ ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്താക്കണം? 2 ആക്കണം. 2 പൈറുവേറ്റ്, 2 അസ്റ്റൈൽ കോൻസൈമേ. അപ്പൊ എന്തായി? 2 ക്രബ് സൈക്കിളായി. അപ്പൊ അവിടെയും ഇൻറ്റു 2 ചെയ്തു. സോ ടോട്ടൽ 24 ആണോ നോക്കിയേ? 3 NADH എന്ന് പറയുമ്പോൾ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 9 ATP, ഒരു FADH, 2 ATP, ഒരു GTP, ഒരു ATP. ശരിയാണോ കാൽക്കുലേഷൻ? ശരിയാണോ? അപ്പൊ ടോട്ടൽ എത്ര ATP നോക്കി? 38 ആയില്ലേ? ഇത് തിയററ്റിക്കലി ആണ് കേട്ടോ. തിയററ്റിക്കലി അതായത് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞുണ്ടായ പൈറുവേറ്റ് വേറെ ഒരു ജോലിക്ക് പോവാണ്ട് നേരെ മൈറ്റോകോൺട്രിയയിൽ പോയി എനർജി ഉണ്ടാക്കി. ഉണ്ടായ അസ്റ്റൈൽ കോൻസൈമേ വേറെ എവിടേക്കും പോവാണ്ട് നേരെ ക്രബ് സൈക്കിളിലോട്ട് പോയി. ക്രബ് സൈക്കിൾ അവസാനിച്ച് കംപ്ലീറ്റ് അവസാനിച്ചു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടന്നു, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും നടന്നു. അങ്ങനെയാണെങ്കിൽ 38 ATP നമുക്ക് തിയററ്റിക്കലി പറയാം. ക്ലിയർ ആണോ? ഇനി 2021 മറ്റോ ആണെന്ന് തോന്നുന്നു ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രബ് സൈക്കിളില് എത്ര സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഉണ്ടെന്ന്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യലാണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ATP ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഫോസ്ഫോറിലേഷൻ ആണെന്ന്. ATP ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഫോസ്ഫോറിലേഷൻ ആണെന്ന്. ATP ഉണ്ടാക്കുന്നത് ഒന്നുകിൽ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആയിരിക്കാം, നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ചത് ലൈറ്റിന്റെ പ്രസൻസിൽ. അല്ലെങ്കിൽ അത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആയിരിക്കാം, നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുമ്പോൾ ATP ഉണ്ടാകുന്നത്. ഇനി അത് കൂടാതെ ഇതൊന്നും അല്ലാതെ ഒരു റിയാക്ടന്റ് ഒരു പ്രൊഡക്റ്റ് ആവാം. അല്ലെങ്കിൽ നമ്മൾ എൻസൈമോളജിയിൽ പറയുമ്പോൾ ഒരു സബ്സ്ട്രേറ്റ് ഒരു പ്രൊഡക്റ്റ് ആവാം. നമ്മൾ എൻസൈം പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാ? ഒരു സബ്സ്ട്രേറ്റ് ഒരു പ്രൊഡക്റ്റ് ആവാം. അതിന് പാരലായിട്ട് ATP ഉണ്ടാകുവാണെങ്കിൽ അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. ഇപ്പൊ ക്രബ് സൈക്കിളില് ഈ സ്റ്റെപ്പില് സക്സിനൈൽ കോൻസൈം A സക്സിനേറ്റ് ആകുന്ന സ്റ്റെപ്പ്. സക്സിനൈൽ കോൻസൈം A സക്സിനേറ്റ് ആകുന്ന സ്റ്റെപ്പില് ഒരു GTP ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്.
ഈ GTP എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കേണ്ട ആവശ്യമില്ല. GTP എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ATP ആയിട്ട് മാറും. ഒരു കപ്പിൾഡ് റിയാക്ഷനില്, കപ്പിൾഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ടോ വേണമെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയിൽ, GTP എന്താണ് GDP ആയിട്ട് മാറും. GTP എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് പോയി കഴിഞ്ഞാൽ അത് GDP ആവും. ആ പോകുന്ന ഫോസ്ഫേറ്റിനെ ആരെടുക്കും? ADP എടുക്കും. എന്നിട്ട് എന്തായി മാറും? ATP ആയിട്ട് മാറും. ഇവിടെ ഈ പറയുന്ന റിയാക്ഷൻ ഇവിടെ ATP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിന്റെ ആവശ്യമോ ഓക്സിഡേഷൻ റിഡക്ഷന്റെ ആവശ്യമോ ഒന്നും ആവശ്യമില്ല. ഒരു സബ്സ്ട്രേറ്റ് ഒരു പ്രൊഡക്റ്റ് ആവുമ്പോൾ അതിന് പാരലൽ ആയിട്ട് വേഗം എന്തുണ്ടാവും? ATP ഉണ്ടാകും. ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ ആവശ്യമില്ല, ലൈറ്റ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. സോ ഇവിടെ ഫോസ്ഫോറിലേഷൻ ATP ഫോർമേഷൻ നടക്കുന്നത് സബ്സ്ട്രേറ്റിന്റെ ലെവലിലാണ്. ഒരു സബ്സ്ട്രേറ്റ് ഒരു പ്രൊഡക്റ്റ് ആകുന്നു, അപ്പൊ അതിന്റെ പാരലൽ ആയിട്ട് ATP ഉണ്ടാകുന്നു. അല്ലാതെ NADH ഉണ്ടായി അത് ഓക്സിഡൈസ് ചെയ്യുന്ന പോലെ ഇവിടെ ഓക്സിഡേഷന്റെയോ റിഡക്ഷന്റെയോ ആവശ്യമില്ല. അപ്പൊ ക്രബ്സ് സൈക്കിളിൽ എത്ര സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഉണ്ടെന്നാണ് ചോദിച്ചത്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. നിങ്ങളുടെ ടെക്സ്റ്റിലെ തിയറിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സക്സനൈൽ കോൻസേമേ സക്സനേറ്റ് ആകുന്നിടത്ത് ഒരു GTP ഉണ്ടാകുന്നുണ്ട്. അതൊരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ATP ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു ഓക്സിഡേഷനോ റിഡക്ഷനോ ഒന്നുമില്ല. സോ അതെന്താണ്? സബ്സ്ട്രേറ്റ് ലെവലാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്? ഒരെണ്ണം. ക്ലിയർ ആണോ? ഇനി ആംഫിബോളിക് പാത്വേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് 6 കാർബൺ, നിങ്ങൾ എൻസൈമിൽ പഠിക്കുന്നുണ്ടാവും. ബ്രേക്കിംഗ് ഡൗണിനെ കാറ്റബോളിസം എന്ന് പറയും, സിന്തസിസിനെ അനാബോളിസം എന്ന് പറയും. ശരിയല്ലേ? നമ്മളിപ്പോ പറഞ്ഞ റെസ്പിറേറ്ററി പ്രോസസ്സ് 6 കാർബൺ ആയിരുന്ന ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ ബേസിക്കലി നോക്കുവാണെങ്കിൽ ഇതൊരു കാറ്റബോളിസം ആണ്. പക്ഷേ ഇതിൽ വരുന്ന പല ഇന്റർമീഡിയറ്റുകളും സിന്തറ്റിക് പ്രോസസ്സിലോട്ട് പോകാൻ capable ആയിട്ടുള്ള ആൾക്കാരാണ്. റെസ്പിറേറ്ററി പ്രോസസ്സിനെ നമുക്ക് കാറ്റബോളിസം ആണെങ്കിലും ആനാബോളിസത്തിലും അതിന് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സോ നമ്മൾ അതിനെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ആംഫിബോളിക് പാത്വേ എന്ന് പറയും. അപ്പൊ റെസ്പിറേറ്ററി പാത്വേനെ എന്തുകൊണ്ടാണ് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത് നോക്കാം. ദിസ് പാത്വേ ഈസ് ഇൻവോൾവ് ഇൻ ബോത്ത് ആനാബോളിസം ആൻഡ് കാറ്റബോളിസം. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ആംഫിബോളിക് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് ഡൗണും അല്ല സിന്തസിസും അല്ല, രണ്ടിലും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ആംഫിബോളിക് പാത്വേ എന്ന് പറയും. നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി പ്രോസസ്സിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്, വിച്ച് ഈസ് എ കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡിയിൽ എന്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും, സ്റ്റാർച്ച് ആണെങ്കിലും ഗ്ലൈക്കോജൻ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ആദ്യം ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അതിനുശേഷം ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൈക്കോളിസിസ് ചെയ്ത് പൈറുവിക് ആസിഡ് ഫോം ചെയ്ത് അത് അസിറ്റൈൽ കോൻസൈമയായി പിന്നെ അത് ക്രബ് സൈക്കിളിലോട്ട് പോയി എനർജി ഫോം ചെയ്യും. ഇനി കാർബോഹൈഡ്രേറ്റ് അല്ലാതെ ഫാറ്റോ പ്രോട്ടീനോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താകാം? ഈ പറയുന്ന എനർജി പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫാറ്റ് ആണെങ്കിൽ സബ്സ്ട്രേറ്റ് എങ്കിൽ അത് ആദ്യം ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് മാറണം. അതിനുശേഷം അതിന് കുറെ ചേഞ്ചസ് നടന്ന് അത് അസിറ്റൈൽ കോൻസൈമയായിട്ട് മാറും. അസിറ്റൈൽ കോൻസൈമ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തിലോട്ട് പോവാം? ക്രബ് സൈക്കിളിലോട്ട് പോവാം. പിന്നെ ബാക്കിയെല്ലാം കോമൺ ആയി. ആ പ്രോട്ടീൻസ് ആണെങ്കിൽ അത് അമിനോ ആസിഡ് ആയിട്ട് മാറും. അമിനോ ആസിഡ് പിന്നെ പല റിയാക്ഷൻസ് നടന്നു, ഒന്നില്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആവും, അല്ലെങ്കിൽ അസിറ്റൈൽ കോൻസൈമ ആവും. അങ്ങനെ ഒരു ഫോമിലോട്ട് ആയതിനു ശേഷം പിന്നെ ക്രബ് സൈക്കിളിലോട്ട് വരും. പറഞ്ഞു വരുന്നതേ ഉള്ളൂ. സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ, എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ക്രബ് സൈക്കിൾ നടക്കണം. ക്രബ് സൈക്കിൾ ആണ്. ക്രബ് സൈക്കിൾ ആവണമെങ്കിൽ അസിറ്റൈൽ കോൻസൈമ ആയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് അസിറ്റൈൽ കോൻസൈമ ആവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഫാറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ആദ്യം ഫാറ്റി ആസിഡോ ഗ്ലിസറോളോ ആയിട്ട് മാറണം. അതിനുശേഷം അത് അസിറ്റൈൽ കോൻസൈമ ആയിട്ട് ചേഞ്ച് ആവും. ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ എൻ്റർ ഇൻടു ദ ക്രബ് സൈക്കിൾ. പ്രോട്ടീൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻടു അമിനോ ആസിഡ്. അമിനോ ആസിഡ് പിന്നെ പല പല റിയാക്ഷൻസ് നടന്ന് ഡിഅമിനേഷൻ പോലുള്ള റിയാക്ഷൻസ് നടന്ന് പൈറുവിക് ആസിഡ് ആകാം. പൈറുവിക് ആസിഡ് പിന്നെ അസിറ്റൈൽ കോൻസൈമ ആകുന്നു, അത് ക്രബ് സൈക്കിളിലോട്ട് കയറുന്നു. സോ എവിടെ നിന്ന് തുടങ്ങിയാലും റെസ്പിറേഷൻ പ്രോസസ്സ് ഏത് സബ്സ്ട്രേറ്റ് നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല, അതിന് അസിറ്റൈൽ കോൻസൈമ ആയിട്ട് വേണം എന്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട്? ക്രബ് സൈക്കിളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ കോമൺ ആയിട്ട് വരാൻ പോകുന്ന ആളാരോ?
കോമൺ ആയിട്ട് വരാൻ പോകുന്ന ആളാരാന്ന് പറഞ്ഞേ? അമിനോ ആസിഡ് ആണോ? അല്ല. ഫാറ്റി ആസിഡ് ആണോ? ഈ 3 പാത്വേയിലും കോമൺ ആയിട്ട് വരാൻ പോകുന്ന ആളാരാ നോക്കി നോക്കിയേ. അസറ്റൈൽ കോൻസൈമേ അല്ലേ? ശരിയല്ലേ? പ്രോട്ടീനിൽ നിന്ന് വരുന്ന പാത്വേയിലും അസറ്റൈൽ കോൻസൈമയായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അസറ്റൈൽ കോൻസൈമേ ആവണം, ഫാറ്റ് ആണെങ്കിലും അസറ്റൈൽ കോൻസൈമേ ആവണം. സോ കോമൺ ആയിട്ട് വരാൻ പോകുന്ന ആളാരാ? അസറ്റൈൽ കോൻസൈമേ ആണ്. ശരിയല്ലേ? റെസ്പിറേറ്ററി കോഷ്യന്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്പിറേഷൻ പ്രോസസ് നടക്കുമ്പോൾ എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നുണ്ട്, ആ റേഷ്യോ ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നതാണ്. സോ ആ റേഷ്യോ ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും നല്ല സബ്സ്ട്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഓക്സിജൻ എടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആവുന്നുണ്ടാവും. അത്രയും എഫിഷ്യന്റ് ആയിട്ട് റെസ്പിറേഷൻ നടക്കും. സോ റെസ്പിറേറ്ററി കോഷ്യന്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് CO2 ഈക്വൽ ടു ഓക്സിജൻ, അപ്പൊ 1 ആയിരിക്കും. ഇനി ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ട്രൈപാൽമിറ്റിൻ ഒരു ഫാറ്റി ആസിഡ് ആണെങ്കിൽ റെസ്പിറേറ്ററി കോഷ്യന്റ് എത്രയാണ്? 0.7. പ്രോട്ടീൻ ആണെങ്കിൽ റെസ്പിറേറ്ററി കോഷ്യന്റ് എത്രയാണ്? 0.9. കണ്ടോ? ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആണോ? ഇത് പഠിക്കാം കേട്ടോ. ഓക്കെ ആണോ? പറയൂ. ഇനി വായിച്ചു നോക്കാം. റെസ്പിറേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. എന്തിനാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്? എനർജി പ്രൊഡക്ഷൻ ആണ്. ഗ്ലൈക്കോളിസിസ് തുടങ്ങി എവിടെ വരെ അവസാനിക്കണം? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വരെ അവസാനിക്കണം. ഓക്കെ. ആ നെറ്റ് ATP എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ഇനി അടുത്തൊരു ചാപ്റ്റർ ആണ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ ടെൽ യു, പ്യുവർ തിയറി ആണ് കേട്ടോ. തിയറി ആണ്. നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ വായിച്ച് പഠിക്കാനുള്ളതാണ്. എവിടെ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതെന്ന് പറഞ്ഞുതരാം. ഇനി അവർ മാറ്റാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺ മാറ്റി പഠിക്കാം. അതായത് ഇത്രയും കാലം ചോദിച്ചിരുന്നത് പോരാഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നാണ് ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ സമ്മറി ഇതാണ്. പ്ലാന്റിൽ നടക്കുന്ന ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുക, സെൽ നമ്പർ കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഗ്രോത്തിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ ഇതിൽ സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിലെടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ പെർമനന്റ് ഇൻക്രീസ് ആണ്. ശരിയാണോ? ഒരിക്കൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഷ്രിങ്ക് ചെയ്ത് പോവുണ്ടോ? ഇല്ലല്ലോ. ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ പെർമനന്റ് ഇൻക്രീസ് ഇൻ സൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ. വെയിറ്റേജ് ഉണ്ട് കേട്ടോ, ചാപ്റ്ററിന് വെയിറ്റേജ് ഉണ്ട്. പ്ലാന്റിന്റെ ഒരു കേസ് നമ്മുടെ പോലെയല്ല. പ്ലാന്റ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. അതിന്റെ ഗ്രോത്ത് എങ്ങനെയാന്നാ പറയുന്നത്? അൺലിമിറ്റഡ് ആണ്. ആള് ജീവിതകാലം മുഴുവൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. സി, ഞാനിപ്പോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, കട്ട് ചെയ്ത് കളയുന്ന പോലെ അല്ലേ? 1 സെക്കൻഡ്. അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്നും പറയാം. ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത്, അതായത് ജീവിതകാലം മുഴുവൻ ഈ പ്ലാന്റ് ബോഡിയിലോട്ട് പുതിയ സെൽസ് എല്ലാം ആഡഡ് ആവും. പുതിയ സെൽസ് ആഡഡ് ആവാൻ കാരണം അവരുടെ ബോഡിയിൽ മെരിസ്റ്റം എന്ന് പറയുന്ന ഡിവൈഡിങ് ടിഷ്യൂസ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ പ്ലാന്റില് ജീവിതകാലം മുഴുവൻ ഗ്രോത്ത് നടക്കുന്നു. ജീവിതകാലം മുഴുവൻ പുതിയ പുതിയ സെൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം അവർക്ക് മെരിസ്റ്റം എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. ഈ മെരിസ്റ്റം ബോഡി മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയൊന്നുമല്ല, ചില റീജിയൻസിലായിട്ടാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, റൂട്ടിന്റെ ടിപ്പില് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, ഷൂട്ടിന്റെ ടിപ്പില് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം. ക്ലിയർ ആണോ? ഇനി ഗ്രോത്ത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഗ്രോത്തിനെ നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാം. അതിന്റെ ഫ്രഷ് വെയിറ്റ് ആയിട്ട് എടുക്കാം, ഡ്രൈ വെയിറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഫ്രഷ് വെയിറ്റ് കൂടിയോ, ഓക്കെ, ഗ്രോത്ത് നടന്നിട്ടുണ്ട്. ഡ്രൈ വെയിറ്റ് കൂടിയോ, നടന്നിട്ടുണ്ട്. ഗ്രോത്തിന്റെ ഒരു പ്ലാന്റ് പാർട്ടിന്റെ ലെങ്ത് കൂടിയിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, ഗ്രോത്ത് ആയിട്ടുണ്ട്. ഏരിയ കൂടിയോ? ഇപ്പൊ ലീഫ്, അതിന്റെ ഏരിയ കൂടിയോ? അത് ഗ്രോത്ത് ആയി. വോളിയം കൂടിയോ? ഗ്രോത്ത് ആയി.
സെൽ നമ്പർ കൂടിയോ ഗ്രോത്ത് ആയി. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഏത് പാരാമീറ്റർ വേണമെങ്കിൽ അതിലൊരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം, ഗ്രോത്ത് ആയിട്ട് പറയാം. ക്ലിയർ ആണോ? ഇനി ഫേസസ് ഓഫ് ഗ്രോത്ത്. ഒരു ഗ്രോത്തിന് ഏതൊക്കെ ഫേസസ് ഉണ്ട്? മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, മെച്ചുറേഷൻ ഫേസ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അനാട്ടമിയിൽ ഒരു ടോപ്പിക് പഠിക്കുന്നില്ലേ, റൂട്ടിന്റെ പല റീജിയൻസ് ഓർമ്മയുണ്ടോ? റൂട്ടിന്റെ സോൺസ്, റൂട്ട് ക്യാപ്പ്, മെരിസ്റ്റമാറ്റിക് സോണ്, സോൺ ഓഫ് ഇലോങ്ങേഷൻ, മെച്ചുറേഷൻ എന്ന് പറയുന്നിട്ട് നമ്മൾ 3 ഫേസ് റീജിയൻസ് പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഇവരും എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു റൂട്ടിനെ വെച്ചിട്ടാണ്. ഇപ്പൊ ഇതൊരു റൂട്ട് ആണെങ്കിൽ ഈ റൂട്ടിന്റെ ഈ ഭാഗത്ത് കിടക്കുന്ന കുറച്ച് സെൽസ് നമ്മൾ അതിനെ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും. ഈ സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് ആയിരിക്കും. കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ മെരിസ്റ്റമാറ്റിക് എന്നാണ് പറയുന്നത്. ഇവര് ഡിവൈഡ് ചെയ്യുന്നു, റൂട്ടിന്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഫേസ് ഓഫ് ഗ്രോത്ത് ആണ് മെരിസ്റ്റമാറ്റിക് ഫേസ് എന്ന് പറയുന്നത്. നോക്കിയോക്കെ, ഈ ഫേസിൽ കാണുന്ന സെൽസ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ്ലി ഡിവൈഡിങ് ആയിരിക്കും. സെൽസ് എന്ന് പറയുന്നതിൽ പ്രോട്ടോപ്ലാസം കൂടുതലായിരിക്കും, അവർക്ക് വലിയൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ സെൽസിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് തിന്നായിരിക്കും. ഒരു സെല്ല് മെച്ചുർ ആവുമ്പോഴാണ് അതിന്റെ സെൽ വോളിൽ പല പല ഡെപ്പോസിഷൻസ് വന്ന് അത് തിക്കായി മാറുള്ളൂ. മെരിസ്റ്റം എന്ന് പറയുന്നത് മെച്ചുർ ആവുന്നതല്ല. മെരിസ്റ്റം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് ആണ്. അവർക്ക് മെച്ചുർ ആവാൻ സമയമില്ല, ദേ വിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുറച്ച് സെൽസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുറച്ച് സെൽസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഇലോങ്ങേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് ഡിവൈഡ് ചെയ്യുന്നില്ല. വി ആർ നോട്ട് ഡിവൈഡിങ്. ഞങ്ങൾ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ എന്താണ് കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് മെച്ചുർ ആയി തുടങ്ങുന്നതാണ് ഇലോങ്ങേഷൻ ഫേസ്. ഇലോങ്ങേഷൻ ഫേസിൽ എന്താ നടക്കുകയെന്നറിയോ? സെൽ വോൾ ഒക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങും. ഇവരുടെ സെൽ വോൾ എങ്ങനെയായിരുന്നു? തിന്നായിരുന്നു. ഇവരുടെ സെൽ വോള് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങും. ആ ന്യൂക്ലിയസ്, മെരിസ്റ്റത്തിൽ നല്ല വലിയ ന്യൂക്ലിയസ് ആണ്, അവർക്ക് വാക്യൂൾ ഉണ്ടായിരുന്നില്ല. ഇലോങ്ങേഷൻ സോണിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാക്യൂൾ ഒക്കെ വന്നു തുടങ്ങും, സെല്ല് വലുതായി തുടങ്ങും, സെൽ വോൾ ഡെപ്പോസിഷൻ വന്നു തുടങ്ങും. ഇനി ഇതിന്റെയും അപ്പുറത്ത് നടക്കുന്ന ആൾക്കാര്, ഇവിടെ നടക്കുന്ന ആൾക്കാർ എന്തായി? മെച്ചുവർ ആയി തുടങ്ങി. മെച്ചുവർ ആവാന്ന് പറഞ്ഞാൽ എന്താ? അവര് വേറെ ഏതെങ്കിലും ഫോർമിലോട്ട് മാറി. പാരങ്കൈമയോ സ്ക്ലീറങ്കൈമയോ കോളങ്കൈമയോ അങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സെൽസ് ആയി മെച്ചുവർ ആയി. മെച്ചുവർ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഫർദർ മോഡിഫിക്കേഷൻസ് അവർക്ക് നടക്കും. അതായത് പാരങ്കൈമ എങ്ങനെയാണോ അതുപോലെയല്ല കോളങ്കൈമ, അതുപോലെയല്ല സ്ക്ലീറങ്കൈമ. സോ ഏതാണോ സെല്ല് ടൈപ്പ് അതിനനുസരിച്ചിട്ടുള്ള വോളിന്റെ ചേഞ്ചസ് വരുന്നു, സെല്ലിന്റെ ഉള്ളിൽ ചേഞ്ചസ് വരുന്നു, and they get matured. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഒരു പ്ലാന്റിന്റെ ബോഡിയിൽ നമുക്ക് ഫേസ് ഓഫ് ഗ്രോത്ത് കാണാം. അപ്പൊ ആദ്യത്തെ ആൾക്കാര് എന്താണ്? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ്, ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഇലോങ്ങേഷൻ ആയി, അത് കഴിഞ്ഞ് മെച്ചുറേഷൻ ആയി. മെച്ചുറേഷൻ ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഗ്രോത്ത് റേറ്റ്. നമ്മൾ റേറ്റ്, നിങ്ങൾ റിയാക്ഷൻ റേറ്റ് പഠിക്കുന്നുണ്ടോ? പെർ യൂണിറ്റ് ടൈമിനെയാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെ? എത്രത്തോളം ഒരു പെർ ടൈമില് എത്ര ഗ്രോത്ത് നടന്നു, അതാണ് ഗ്രോത്ത് റേറ്റ്. ഇത്ര സമയത്തില് എത്ര ഗ്രോത്ത് നടന്നു, അതാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് രണ്ട് രീതിയിൽ നടക്കാം. അരിത്മെറ്റിക്കുമായിട്ട് നടക്കാം, ജിയോമെട്രിക് ആയിട്ട് നടക്കാം. അരിത്മെറ്റിക് ആയിട്ട് നടക്കാം, ജിയോമെട്രിക് ആയിട്ട് നടക്കാം. അരിത്മെറ്റിക് ആയിട്ട് എങ്ങനെയായിരിക്കും നടക്കാം? ഈ ഡയഗ്രാം നോക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. സി, ഒരു മെരിസ്റ്റം ഗ്രോത്ത് നടക്കണമെങ്കിൽ അവിടെ മെരിസ്റ്റം വേണം, സെല്ല് ഡിവൈഡ് ചെയ്യണം. ഇതൊരു മെരിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ഈ മെരിസ്റ്റം ഡിവൈഡ് ചെയ്ത് 2 സെല്ല് ഉണ്ടായെന്ന് വിചാരിക്കാം. ഈ മെരിസ്റ്റം ഡിവൈഡ് ചെയ്ത് 2 സെല്ലായെന്ന് വിചാരിക്കാം. ഇതില് ഒരാള് മാത്രം ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ്? റീറ്റെയിൻ ചെയ്യാം. സോ ഇദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നു, ഫർദർ 2 സെൽ ഉണ്ടായെന്ന് വിചാരിക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് വൺ? ഇയാൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഇയാള് ഡിവൈഡ് ചെയ്തില്ല. ഡിവൈഡ് ചെയ്യാണ്ട് ഇയാള് മെച്ചുവറായി. ഇനി അടുത്ത സ്റ്റെപ്പില്
അടുത്ത സ്റ്റെപ്പില് ഈ ഉണ്ടായ പുതിയ സെല്ലില് ഇയാള് മാത്രം ഡിവൈഡ് ചെയ്തു. ഇയാള് മാത്രം ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി. മറ്റാൾ എന്ത് ചെയ്തു? മറ്റാള് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലൂസ് ചെയ്ത് ഇയാൾ എന്തായി മാറി? ഇയാള് പെർമനന്റ് ആയിട്ട് മാറി. ഇയാള് പെർമനന്റ് ആയിട്ട് മാറി. നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു പെർമനന്റും കൂടി നമുക്കുണ്ട്. പ്ലാന്റിന്റെ ബോഡിയിൽ അതും കൂടി ഇല്ല, അതിനെടുത്ത് കളയണ്ടല്ലോ, അതും പെർമനന്റ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് വരുന്ന ഒരാൾ മാത്രം ഡിവൈഡ് ചെയ്യും, ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? പെർമനന്റ് ആവും. സോ ഓരോ സ്റ്റേജ് കഴിയും തോറും സെല്ലിന്റെ നമ്പർ എങ്ങനെയാ കൊടുക്കുന്നത്? 1 എന്നുള്ളത് ആദ്യം 2 ആയി, ശരിയല്ലേ? പിന്നെ സെൽ നമ്പർ എത്രയാ? 1 2 3 3 അല്ലേ ആവുന്നത്? പിന്നെ സെൽ നമ്പർ എത്രയാ? 1 2 3 4. ഇവിടെ നമ്പർ ഓഫ് സെൽസ് കൂടുന്നത് എങ്ങനെയാ? 1 2 3 4. ഇത് അരിത്മെറ്റിക് അല്ലേ? പണ്ട് ചെറിയ ക്ലാസ്സിലെ മാത്സിലൊക്കെ പഠിക്കുന്ന പോലെ ഇത് അരിത്മെറ്റിക് അല്ലേ? ശരിയാണോ? ഇവിടെ എന്താ നടക്കുന്ന ഡിവിഷനില്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, 2 സെല്ലാവുന്നു. ആ 2 സെല്ലും പിന്നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതിൽ ഒരാൾ മാത്രം ഡിവൈഡ് ചെയ്യും, മറ്റാൾ പെർമനന്റ് ആവും. അതുകൊണ്ട് തന്നെ സെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് പതുക്കെയാണ്. 1 2 ആവും, 2 3 ആവും, 3 4 ആവും, അങ്ങനെയാണ് പോകുന്നത്. ശരിയല്ലേ? ശരിയാണോ? ഇതാണ് അരിത്മെറ്റിക്. ഒരു റൂട്ടിന്റെ ഇലോങ്ങേഷൻ നമുക്ക് അരിത്മെറ്റിക് ആണെന്ന് പറയാം. ഒരു റൂട്ടിന്റെ ലെങ്ത് കൂടുന്നത് നമുക്കൊരു അരിത്മെറ്റിക് ആണെന്ന് പറയാം. നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ടൈമും ലെങ്ത്തും തമ്മിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ലീനിയർ കർവ് ആയിരിക്കും കിട്ടുക. ലീനിയർ കർവ്. ഇനി ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ അരിത്മെറ്റിക് ഗ്രോത്തിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അരിത്മെറ്റിക് ഗ്രോത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ LT is equal to L0 plus RT. ലെങ്ത് അറ്റ് ടൈം T is equal to 0 ടൈമില് എത്ര, ഐ മീൻ തുടക്കത്തിൽ എത്ര ലെങ്ത് ഉണ്ടായിരുന്നു അതേ പ്ലസ് ഗ്രോത്ത് റേറ്റ് ഇൻറ്റു ടൈം. ക്ലിയർ ആണോ? അതൊക്കെ നിങ്ങൾ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്തായിരിക്കുന്നത്? സി അഗൈൻ ബോർഡ് എക്സാം പോലെയല്ല, നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് തിരിച്ചറിയാൻ പാകത്തിന് പഠിച്ചു വയ്ക്കാം. LT is equal to L0 plus RT. അരിത്മെറ്റിക് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് ജോമെട്രിക്. ജോമെട്രിക് എന്തായിരിക്കും? ജോമെട്രിക് എന്തായിരിക്കും അറിയോ? സി ഞാൻ കാണിച്ചു തരാം. ജോമെട്രിക്കില് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, എത്ര സെല്ലായിട്ട് മാറും? 2 സെല്ലായിട്ട് മാറുന്നു. ഈ 2 സെല്ലും എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുവാണ്. ഈ 2 സെല്ലും ഡിവൈഡ് ചെയ്യുന്നു. ആരും ഇവിടെ മെച്ചുർ ആവാൻ നിൽക്കുന്നില്ല. രണ്ടുപേരും പറയുവാണ് ഞാൻ എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവര് ഡിവൈഡ് ചെയ്തു. ഈ ഉണ്ടാകുന്ന ആൾക്കാരും എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുവാണ്. ഉണ്ടാകുന്ന ആൾക്കാരും ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രോത്ത് നടക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ സെല്ലിന്റെ നമ്പർ കൂടുന്നത് എങ്ങനെയാ നോക്കി നോക്കിയേ. 1 എന്നുള്ളത് 2 ആവും, 2 എന്നുള്ളത് എത്രയാവും? 4 ആവില്ലേ? 4 എന്നുള്ളത് 8 ആവും, 8 എന്നുള്ളത് അടുത്തത് എത്ര സ്റ്റെപ്പിൽ എത്രയാവും? 16 ആവും, 16 എന്നുള്ളത് 32 ആവും. സോ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ഡിവിഷനാണ്, ആരും മെച്ചർ ആവാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സെല്ലിന്റെ നമ്പർ കൂടുന്നത് ജോമെട്രിക്കൽ ആയിട്ടാണ്. 1 2 4 8 16 അങ്ങനെ ഡബിൾ ആയി പോകും. അതാണ് എന്ത്? ജോമെട്രിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ശരിയാണോ? ഇങ്ങനെ ജോമെട്രിക്കൽ ഗ്രോത്തില്, അതായത് ആരും വിട്ടുവീഴ്ച ചെയ്യാണ്ട് രണ്ടുപേരും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെല്ലിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെയാണെങ്കിൽ ഗ്രോത്തിന് കുറച്ച് പ്രശ്നങ്ങൾ വരും. എല്ലാവരും, ആരെങ്കിലും ഒന്ന് പിന്മാറണ്ടേ? ഇതെല്ലാവരും ഗ്രോ ചെയ്യുവാണ്. അപ്പൊ ന്യൂട്രിയൻസിന്റെ കേസസിൽ ഒരു ക്രൈസിസ് വരില്ലേ? നിങ്ങൾ ഓർഗാനിസം പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടോ? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഓർമ്മയുണ്ടോ? പഠിക്കുന്നില്ലേ ഇപ്പൊ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ലോജിസ്റ്റിക് ഗ്രോത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ജോമെട്രിക്കൽ ഗ്രോത്തില് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിഗ്മോയിഡ് ഗ്രാഫ് ആയിരിക്കും കിട്ടുക. അതിന് കാരണം എല്ലാ സെല്ലും ഡിവൈഡ് ചെയ്യാണ്. സോ സെല്ലിന്റെ നമ്പർ കൂടുമ്പോ ഡബിൾ ആയി വരുമല്ലേ? ഒബിയസ്ലി ഇവിടെ കോമ്പറ്റീഷൻ നടക്കും, ന്യൂട്രിയൻസ് കുറയാൻ തുടങ്ങും. അപ്പൊ ഗ്രോത്ത് കുറച്ച് കഴിയുമ്പോ ഗ്രോത്ത് നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിഗ്മോയിഡ് ഗ്രോത്ത് ആണ്, കർവാണ് കിട്ടാൻ പോകുന്നത് ജോമെട്രിക്കൽ ഗ്രോത്തില്. ആദ്യത്തെ ഫേസ് ലാഗ് ഫേസ് എന്താ? ഇനീഷ്യൽ ഗ്രോത്തിന്റെ സ്റ്റേജ് ആണ്. സെല്ലിന്റെ നമ്പർ പതുക്കെ കൂടി വരുവാണ്, ഇനീഷ്യൽ എന്ന് പറയും. പിന്നെ നോക്കുവാണെങ്കിൽ സെല്ലിന്റെ നമ്പർ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രോത്ത് കൂടിയതായിട്ട് കാണാൻ പറ്റും. അതാണ് എക്സ്പോണൻഷ്യൽ, റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്ന ഫേസ്. അത് കഴിയുമ്പോ എന്തായി? ന്യൂട്രിയൻസിന്റെ അളവ് കുറയാൻ തുടങ്ങി.
അപ്പൊ ഗ്രോത്ത് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ആയി തുടങ്ങി. അപ്പൊ ആ ഫേസിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേഷനറി എന്ന് പറയുന്നത്. ശരിയായോ? ന്യൂട്രിയൻ സപ്ലൈ കുറയുമ്പോൾ ഗ്രോത്ത് അങ്ങനെ കണ്ടിന്യൂസ് ആവാൻ പറ്റില്ല. ഗ്രോത്ത് ഒന്ന് കുറയും, ഡിക്ലൈൻ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്ലോ ഡൗൺ ചെയ്യും. ഇപ്പൊ അരിത്മെറ്റിക് ഗ്രോത്തിൽ നമുക്ക് കിട്ടുന്ന കർവ് ലീനിയർ ആണെങ്കിൽ ജോമെട്രിക് ഗ്രോത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കർവ് സിഗ്മോയിഡ് ആണ്, അല്ലെങ്കിൽ എസ് കർവ് ആണ്. 3 ഫേസ് ഉണ്ട്: ലാഗ്, ലോഗ്, സ്റ്റേഷനറി. ലാഗില് സ്ലോ ഗ്രോത്ത് ഇനീഷ്യൽ ഉള്ളത്, എക്സ്പൊണൻഷ്യൽ റാപ്പിഡ് ഗ്രോത്ത്, സ്റ്റേഷനറി സ്ലോ ഗ്രോത്ത്. കാരണം ന്യൂട്രിയൻ സപ്ലൈ കുറഞ്ഞു. ഓക്കെ ആണോ? അതിന്റെയും അരിത്മെറ്റിക്കൽ ഗ്രോത്ത് സോറി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കി വെക്കാം. ഇനി ഇത് ചോദിക്കാറുള്ളതാണ്, ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിരുന്നു. ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കാം. ഞാനൊരു റെഡ് കളർ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ? ഒരു പ്ലാന്റിന്റെ ബോഡിയിൽ ഗ്രോത്ത് നടക്കുന്നത് മെരിസ്റ്റത്തിന്റെ ഡിവിഷൻ ആണ്. മെരിസ്റ്റത്തിന്റെ ഡിവിഷൻ കാരണമാണ് ഗ്രോത്ത് നടക്കുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന സെൽസ്, ഇപ്പൊ ഇതൊരു സെൽസ് ആണെങ്കിൽ ഇതിൽ നിന്ന് പുതിയ 2 സെൽസ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഇതില് ഉണ്ടായ ഒരു സെല്ല് എന്താണ്? ഇപ്പൊ അരിത്മെറ്റിക് ആണെന്ന് വിചാരിക്കാം. ഉണ്ടായ ഒരു സെല്ല് ഫർദർ ഡിവൈഡ് ചെയ്തു. അതായത് അത് മെരിസ്റ്റമായിട്ട് തന്നെ അതിന്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു. മറ്റാള് ഡിവിഷൻ നിർത്തി പെർമനന്റ് ആയിട്ട് മാറുന്നു. പെർമനന്റ് ആയിട്ട് മാറാം. ഈ മെരിസ്റ്റം എന്ന് പറയുന്ന സെൽസ് എല്ലാം ഒരുപോലെ ഇരിക്കും. പെർമനന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പെർട്ടിക്കുലർ ഫങ്ഷൻ, സൈസ്, ഷേപ്പ് അതൊക്കെ അച്ചീവ് ചെയ്ത് അവരുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്ത് കഴിയുന്നതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പൊ ഒരു മെരിസ്റ്റം ആയിട്ടുള്ള ഒരാള് പെർമനന്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. The cells derived from root apical and shoot apical meristem and cambium. Cambium എന്ന് പറഞ്ഞാൽ നമ്മുടെ lateral meristem, ഗർത്ത് കൂടുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുറായി ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ ആ സ്റ്റെപ്പിനെ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. അതായത് ഒരു മെരിസ്റ്റം പെർമനന്റ് ആകുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഇനി പ്ലാന്റിന്റെ ലൈഫില് ചില സെൽസ് പെർമനന്റ് ആയവര് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് തിരിച്ച് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീറ്റെയിൻ ചെയ്യും. എന്താ ഞാൻ പറയുന്നത് ആലോചിക്കേ? ഒരിക്കൽ പെർമനന്റ് ആയ ആൾക്കാര് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യും. അതായത് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിഫറൻസിയേഷന്റെ റിവേഴ്സൽ അല്ലേ? ഒരു മെരിസ്റ്റം ആയിട്ടുള്ള ആള് പെർമനന്റ് ആകുന്നതിനെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു. ആ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ആള് തിരിച്ച് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീറ്റെയിൻ ചെയ്യാണ്. റീഗെയിൻ ദ കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ. തിരിച്ച് മെരിസ്റ്റം ആയിട്ട് മാറുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരിക്കൽ മെരിസ്റ്റം ആയിട്ടുണ്ടായ ആള് പെർമനന്റ് ആയി. ആ പെർമനന്റ് ആയിട്ടുള്ള ആള് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്യുന്നതിന് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഇനി അങ്ങനെ ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന പുതിയ സെൽസ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ റീഡിഫറൻസിയേഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇത് 3ഉം ചോദിക്കൂ കേട്ടോ. ഡിഫറൻസിയേഷൻ, ഡി ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷനും ഡി ഡിഫറൻസിയേഷനും മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവുക റീഡിഫറൻസിയേഷൻ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഡിഫറൻസിയേഷൻ എന്താന്ന് മനസ്സിലായോ? ഡിവൈഡ് ചെയ്യുന്ന ആള് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന പുതിയ സെല്ല് മെച്ചുർ ആവുന്നതിനെ ഡിഫറൻസിയേഷൻ എന്ന് പറയും. ശരിയായോ? ഈ സ്റ്റെപ്പ് ഡിഫറൻസിയേഷൻ. ഓക്കെ. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ആള് തിരിച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്യാണ്. അതായത് അതിന് കഷ്ടപ്പെട്ട് കിട്ടിയ അതിന്റെ ഷേപ്പും ഫംഗ്ഷനും ഒക്കെ അത് വലിച്ചു കളഞ്ഞ് ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണെന്ന് പറയാണ്. അപ്പൊ അതിനെന്ത് പറയും? ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയും. ശരിയല്ലേ? പെർമനന്റ് വീണ്ടും എന്താവാണ്? മെരിസ്റ്റമാറ്റിക് ആവുകയാണ്. ഈ എം എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന മെച്ചുർ എന്നല്ല കേട്ടോ, മെരിസ്റ്റം എന്നാണ്. ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന പുതിയ സെൽസ് വീണ്ടും മെച്ചുർ ആവുമല്ലോ, അതിന് റീഡിഫറൻസിയേഷൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഒരു സെല്ല്
അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന സെല്ല് എന്താണ് പെർമനന്റ് ആയിട്ട് മാറുവാണെങ്കിൽ അതിനെ ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഇങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ആള് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന സെൽസ് വീണ്ടും പെർമനന്റ് ആവുമ്പോൾ അതിനെ റീഡിഫറൻസിയേഷൻ എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്ലാസ്റ്റിസിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിസിറ്റി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, പ്ലാന്റിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും എൻവിയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്ലാന്റിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും എൻവിയോൺമെന്റിനെ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഫേസിനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ കോട്ടൺ, കൊറിയാണ്ടർ ആൻഡ് ലക്സ്പർ, അതുപോലെ ബട്ടർ കപ്പ്, ഈ 4 ചെടികളില് നമുക്ക് കാണാവുന്ന ഒരു സംഭവമുണ്ട്. പല രീതിയിലുള്ള ഇലകൾ കാണുന്നു, പല രീതിയിലുള്ള ലീവ്സ് കാണുന്നു. ഇപ്പൊ ലക്സ്പർ എന്ന് പറയുന്ന പ്ലാന്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഹെറ്ററോഫിലി, പല രീതിയിലുള്ള ലീവ്സ്. അതിന്റെ യങ് സ്റ്റേജില് ജുവനൈൽ ഫേസില് അതിന്റെ ലീഫ് ഇങ്ങനെയാണെങ്കിൽ അഡൽട്ട് സ്റ്റേജിലെ ലീഫുകൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ബട്ടർ കപ്പ് എന്ന് പറയുന്ന ചെടി, വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുന്ന ചെടിയുടെ ലീഫ് ഇങ്ങനെയാണെങ്കിൽ വെള്ളത്തിന് മുകളിലുള്ള ലീഫ് പാർട്ട് ഇങ്ങനെയായിരിക്കും കാണുക. അതായത് ഒരു ചെടി തന്നെ പലതരത്തിലുള്ള ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, പലതരത്തിലുള്ള പ്ലാന്റ് പാർട്ട് കാണിക്കാം. അതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഫോളോസ് ഡിഫറെന്റ് പാത്വേസ് ഇൻ റെസ്പോൺസ് ടു എൻവിയോൺമെന്റ് ഓർ ഫേസ് ഓഫ് ഗ്രോത്ത് to form different kind of structures. This ability is called plasticity. അതിന് എക്സാമ്പിൾ ആണ് ഹെറ്ററോഫിലി ഇൻ കോട്ടൺ, കൊറിയാണ്ടർ, ലക്സ്പോർ ആൻഡ് ബട്ടർകപ്പ്. ഇനി കോട്ടൺ, കൊറിയാണ്ടർ, ലക്സ്പോർ ഇവരിൽ എങ്ങനെയാണ് ലീവ്സ് പല രീതിയിൽ കാണുന്നത്? ജുവനൈൽ പ്ലാന്റിലെ ലീവ്സ് പോലെയല്ല അഡൽട്ട് സ്റ്റേജ് ആവുമ്പോൾ ലീഫ് കാണുക, ലീഫിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. ഓക്കെ. അതേപോലെ തന്നെ ബട്ടർ കപ്പ് എന്ന് പറയുന്ന ചെടിയിൽ നോക്കുവാണെങ്കിൽ അതൊരു അക്വാറ്റിക് ആണെങ്കിൽ അതിന്റെ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുന്ന ലീഫ് പാർട്ട് ഒരു ഷേപ്പ് ആണെങ്കിൽ വെള്ളത്തിന്റെ മുകളിലോട്ട് വരുമ്പോൾ അതിന്റെ ലീഫിന്റെ ഷേപ്പ് വേറെ ടൈപ്പ് ആണ്. ക്ലിയർ ആണോ? ഹെറ്ററോഫിലി, പല രീതിയിലുള്ള ലീവ്സ്, ഇതൊക്കെ എന്താണെന്നാ പറയുന്നത്? പ്ലാസ്റ്റിസിറ്റി. ഗ്രോത്ത് ഫേസ്, പല രീതിയിലുള്ള ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്തു. എൻവിയോൺമെന്റ്, വെള്ളത്തിലാണെങ്കിൽ ഒരു ലീഫും വെള്ളത്തിന് പുറത്താണെങ്കിൽ ലീഫിന്റെ ഷേപ്പ് വേറെ. ഇതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇതും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പഠിക്കുമ്പോൾ 5 പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിൻ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ആണ്. ഓരോ ഹോർമോണിന്റെയും ഫംഗ്ഷൻ കൊടുത്തിട്ട് ഇത് ഏത് ഹോർമോൺ ആണെന്ന് പറയും. ഓക്കെ. 5 പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സില് 3 പേര് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ 2 പേര് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആൾക്കാർ ആരൊക്കെയാ നോക്കുക? ആദ്യത്തെ 3 പേര് ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിൻ. ഈ 3 പേരും ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്, സെൽ ഡിവിഷൻ, ഷൂട്ട് ഗ്രോത്ത്, റൂട്ട് ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അബ്സിസിക് ആസിഡ് ഒരു പ്യുവർ ഇൻഹിബിറ്റർ ആണ്. സീഡിനെ ഡോർമെന്റ് ആക്കി വെക്കുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. സീഡ് ജെർമിനേറ്റ് ചെയ്യാണ്ട് അതിനെ ഡോർമെന്റ് ആക്കി വെക്കും. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. എത്തിലിൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്. അദ്ദേഹത്തിന് ശരിക്കും പറയുവാണെങ്കിൽ അതിന് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ കൂടുതൽ നോക്കുവാണെങ്കിൽ അതിന് ഇൻഹിബിഷൻ ആണ് ഇഷ്ടം. ഓക്കെ. ഇനി നാളെ ഞാൻ ഇതും കൂടി പറഞ്ഞുതരാം. അതിനുശേഷം നാളെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തുടങ്ങും കേട്ടോ. +2 തുടങ്ങും. ഇത് ആക്ച്വലി എനിക്ക് വായിക്കാനായിട്ടൊന്നുമില്ല, നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇനി പ്രീവിയസ് ഇയറിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നാളെ വരുമ്പോൾ നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയറിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ഹോർമോൺസിന്റെ ചില ഫങ്ഷൻസ് സ്ഥിരം ചോദിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ. നാളെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ഏത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവർ ആൻഡ് പ്ലാന്റ്സ് തുടങ്ങുവാണ്. +2 തുടങ്ങുവാണ് കേട്ടോ. +2 തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പോകുന്നു വിചാരിക്കുന്നു.